വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നാളെ കാറ്റോയ്സിലേക്ക് പോവുകയാണ്. കാറ്റോയ്സിലാണ് എൻ്റെ വർക്ക് വരുന്നത്, എൻ്റെ കമ്പനി വരുന്നത് കാറ്റോയ്സിലാണ്. അപ്പോൾ നമ്മളിവിടെ 2 മാസമായിട്ടൊരു വെക്കേഷൻ മൂഡായിരുന്നു. പോളണ്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോളണ്ട് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനി വർക്കിന് കയറണം. അപ്പോൾ വർക്ക് വരുന്നത് കാറ്റോയ്സിലാണ്. അപ്പോൾ അങ്ങോട്ട് പോകണം. ഇവിടെ നിന്നൊരു 2.5 മണിക്കൂറുണ്ട്. കാറിനാണെങ്കിൽ, ട്രെയിനാണെങ്കിൽ 4.5 മണിക്കൂർ. അതെന്താ അങ്ങനെയെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ട് ഇനി ചുറ്റിക്കറങ്ങി പോകണോണ്ടായിരിക്കും, അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് നാളെ പോകണമെന്നൊന്നും അറിയില്ല. ഏജൻസിയിലേക്കാണ് നാളെ രാവിലെ പോകുന്നത്. അവിടെ നിന്നായിരിക്കും. അവിടെ ചെന്ന് ഒരു ഡോക്യുമെൻറ്റേഷൻ, കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, സൈൻ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നാളെ പോവും. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ നിന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ പാക്ക് ചെയ്യാം. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്വിറ്റ്നിക്കയിലാണ്. സ്വിറ്റ്നിക്ക വളരെ നല്ലൊരു സ്ഥലമാണ്. എന്താ പറയുക, ഒരു ഗ്രാമപ്രദേശം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബൊലോസിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, സ്വിറ്റ്നിക്കയിൽ ബൊലോസിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. എനിക്കറിയില്ല കേട്ടോ ഈ സ്ഥലങ്ങളുടെയൊക്കെ പേര് ഇങ്ങനെയൊക്കെ തന്നെയാണ് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന്. എനിക്കറിയാവുന്ന പോലെ ഞാൻ ചെയ്യണത്. സത്യം പറഞ്ഞാൽ പോളിഷ് ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെയൊന്നും അല്ല ഇതിനെ പറയുന്നതെന്ന് തോന്നുന്നു. അപ്പം നല്ല അടിപൊളി ഒരു സ്ഥലമായിരുന്നു. കുറേ നല്ല ഓർമ്മകളൊക്കെ ഉണ്ട് ഇവിടെ. കാരണം എൻ്റെ ഒരു നേപ്പാളി ഫ്രണ്ട്, ഒരു പെറു ഫ്രണ്ട്, അവരുടെയൊക്കെ പിന്നെ സ്വപ്പന, മെർസല, പിന്നെ കഴിഞ്ഞിടക്ക് വന്ന ശ്രീലങ്കൻ ഫ്രണ്ട്സ് ദുല ആൻഡ് സന്ധ്യ, അങ്ങനെ അവരായിട്ടൊക്കെയുള്ള കുറേ മെമ്മറീസ് ഉള്ള ഒരു റൂമാണിത്. പിന്നെ വേറെ അപ്പുറത്തും ചേട്ടന്മാരൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ഭാഷ അറിയില്ലെങ്കിലും, എന്താ പറയുക, ഒന്നും സംസാരിച്ചില്ലെങ്കിലും, ഞങ്ങളുടെ സംസാരമൊക്കെ ട്രാൻസ്ലേറ്റർ വഴിയും പിന്നെ ആംഗ്യ ഭാഷയൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും ഭയങ്കര രസമായിരുന്നു. കോമഡി മൂടായിരുന്നു ഇവിടെ ഫുള്ള്. എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ആ ആളിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റും. അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ, ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങനെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. പിന്നെ എനിക്ക് ഹിന്ദി അറിയില്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി പാടായിരുന്നു. ഹിന്ദി അറിയാത്തതുകൊണ്ടാണ് അതിനൊരു വലിയ കാര്യത്തോടെയൊന്നുമല്ല ഞാൻ പറയണത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു നാണക്കേട് തന്നെയാണ്. ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് നമ്മുടെ രാഷ്ട്രഭാഷ അറിയില്ലെന്ന് പറഞ്ഞാൽ വളരെ വലിയ മോശമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്കറിയില്ല. അറിയാത്ത കാര്യം അറിയുന്നതല്ലേ പറയാൻ പറ്റൂ. ഇംഗ്ലീഷ് അറിയാം, പക്ഷെ ഇംഗ്ലീഷ് അറിഞ്ഞിട്ടൊരു കാര്യമില്ല. ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പുറത്ത് കുറച്ച് പേർക്കൊക്കെ അറിയാം, പിന്നെ ഇവിടെയും കുറച്ച് പേർക്കൊക്കെ അറിയാം. എന്നാലും ഇവിടെ എല്ലാവർക്കും കൂടുതലും ഹിന്ദി അറിയാവുന്നേ. അവർ ഹിന്ദിയിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. കുറച്ച് പേരൊക്കെ എന്നെ പോലൊക്കെ തന്നെ, ഒന്നും അറിയില്ല. സ്വന്തം ഭാഷ മാത്രം അറിയാവുന്നവരുമുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ബെറ്ററാണ്. അപ്പം അങ്ങനെ സ്വിറ്റ്നിക്കയോട് ബൈ പറഞ്ഞ് കാറ്റോയ്സിലേക്ക് പോകാൻ സമയമായി. അപ്പോൾ അതൊക്കെ മടക്കാനായിട്ട് എടുത്തിട്ടേക്കുക. അപ്പോൾ പാക്ക് ചെയ്യണം. അതെ, ഒന്നും ആയിട്ടില്ല. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഉണക്കച്ചെമ്മനൊക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട്, എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇത് പൊടിഞ്ഞു പോയത് ഇല്ല, പൊടിഞ്ഞിട്ടില്ല. അതാ മുള്ളൊക്കെ പൊടിഞ്ഞു പോയത്. ഇതൊക്കെ ഇനി ഒരു കൊതിയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും കേട്ടെടുക്കാൻ നിർത്തും. അതുപോലെ എനിക്ക് രാവിലെ പോകണം. അപ്പം എനിക്കാണെങ്കിൽ രാവിലെ നേരത്തെ എനിക്കിന് ഇഷ്ടമല്ല, മടിച്ചാണ് ഞാൻ. അപ്പം 8 മണിക്ക് പോകണം. ഞാനപ്പോൾ 7 മണിക്ക് എണീറ്റാൽ മതിയല്ലോ ഇപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് അതുകൊണ്ടൊന്ന് എല്ലാം നല്ല സ്വിച്ച് ലോക്കറിൽ പാക്ക് ചെയ്തു. പൊട്ടിച്ചതും പൊട്ടിക്കാത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ നോക്കി കണ്ടൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ ഈ മുളക് പൊടി പൊട്ടിച്ചതാണ്. അപ്പോൾ ഇതിനെ പെട്ടി പാക്ക് ചെയ്യൽ മഹാമഹം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരെണ്ണം പാക്ക് ചെയ്ത്, ഒരെണ്ണം ഇരിക്കുന്നു. ഇനി ഇതിലേക്ക് ഇനി എന്തൊക്കെയോ കുത്തിക്കയറ്റാനുണ്ട്. കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി ഇപ്പോൾ നാളെ വെക്കാൻ പറ്റുള്ളൂ. നാളെ ഇനിയിപ്പോൾ റെഡി ആയി കഴിഞ്ഞിട്ടൊക്കെ വെക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ബ്രഷും അതൊക്കെ എല്ലാം വെച്ച് പാക്ക് ചെയ്ത് പോവാണ്. അപ്പം ഇന്നിനിപ്പോൾ ഇത്രേ ഉള്ളൂ. ഇന്ന് കിടന്നുറങ്ങിയിട്ട് ഇനി നാളെ ബാക്കി പാക്ക് ചെയ്യാം. ഞാൻ രാവിലെ നല്ല ലേറ്റായി പാക്ക് ചെയ്ത് റെഡി ആകാനുണ്ട്. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. വേഗം പാക്ക് ചെയ്ത് വണ്ടി കയറി നേരെ ഏജൻസിയിലേക്ക്. പിന്നെ അവിടെ ചെന്ന് ചെറിയൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്യുമെൻറ്റ് സൈനിങ് ഉണ്ടായിരുന്നു. കുറേ വായിച്ച് നോക്കി സൈൻ ചെയ്തു. നമ്മുടെ സാലറിയും നമ്മുടെ സ്റ്റേ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം അത് കഴിഞ്ഞ് പിന്നെ മെഡിക്കലിന് ഒരു ക്ലിനിക്കിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. അതൊക്കെ ഏജൻസിയിൽ നിന്ന് തന്നെ നമ്മളെ കൊണ്ടുപോയി. മെഡിക്കൽ കഴിഞ്ഞു.
പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിട്ടിട്ട് കാറ്റോയ്സിൽ സ്റ്റേഷനിൽ ആൾ വരും, കയറിക്കോളാൻ പറഞ്ഞു. ട്രെയിനിൻ്റെ നമ്പറൊക്കെ പറഞ്ഞു തന്നു, ട്രെയിനിൻ്റെ സമയമൊക്കെ പറഞ്ഞു. പിന്നെ ടിക്കറ്റൊക്കെ ഞങ്ങൾ ട്രെയിനിൻ്റെ അകത്ത് നിന്ന് എടുത്തത്, അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ടോട്ടൽ 8 പേരുണ്ട് കേട്ടോ. 8 പേരിൽ 7 മലയാളീസും പിന്നെ ഒരു ഹിന്ദിക്കാരൻ ചേട്ടനുണ്ട്. ആ ചേട്ടനും ഞങ്ങളുടെ കൂടെയാണ്, ഇലക്ട്രോലെക്സിലാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നുകൊണ്ട് അധികം കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരാൾക്ക് അറിയാത്ത കാര്യം മറ്റൊരാൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അങ്ങനെ ട്രെയിൻ കയറാനും ടിക്കറ്റ് എടുക്കാനൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 2.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. പിന്നെ ലഗേജും ഒക്കെ കൂടി ഇച്ചിരി പ്രശ്നമായിരുന്നു, എന്നാലും കുഴപ്പമില്ലാണ്ട് എത്തി. അങ്ങനെ ഏജൻസി എന്ന് പറഞ്ഞ പോലെ കാറ്റോയ്സിലെത്തിയപ്പോഴേക്കും അവിടെ നമ്മളെ കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നു. പിന്നെ നമുക്ക് ഈ വീഡിയോസൊന്നും അത് എടുക്കാൻ പറ്റണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ മെയിൻ കാര്യം നമ്മുടെ എത്രയും ലഗേജ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ പുതിയ അക്കോമഡേഷൻ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. തൊട്ടടുത്തൊരു ഡാമാണോ റിവറാണ്, പക്ഷെ ഒരു ഡാം പോലെയൊക്കെയാണ്. അത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചത്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ലൊരു എന്താ പറയുക, നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അക്കോമഡേഷൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാവേ. ഇതിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ വളരെ ലെങ്തി ആയിപ്പോവും. അതാ. അപ്പോൾ ബൈ ബൈ.